ഇന്ന് പ്രത്യേകിച്ച് I have something to share with you as my dear brothers and sisters, as my family in the Lord. Okay, you are hearing us from all over the world. I'll be soon finishing 60 years. Maybe next year beginning I'll be 60. 60 വയസ്സാവും എനിക്ക്. നിങ്ങൾ വിചാരിക്കുന്നത് അത്ര ചെറുപ്പമൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇത്ര പ്രായമൊക്കെ ആയി. അപ്പം ശരിക്കും എൻ്റെ ജീവിതത്തിന്റെ ഒരു ഹാഫ് ടൈം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാലോ ഫുട്ബോളിലൊക്കെ ഹാഫ് ടൈം, ആദ്യത്തെ ഒരു ഹാഫ് ടൈം കൊണ്ട് കഴിഞ്ഞ ഒരു ചെറിയൊരു ഇന്റർവെല്ലുണ്ട്. ആ സമയത്താണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും. ചിലരെയൊക്കെ മാറ്റും, ചിലർ പുതിയ ആൾക്കാരെ ഇറക്കും, അല്ലെ സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റും. എന്നിട്ട് പെട്ടെന്ന് അടുത്ത സെക്കൻഡ് ഹാഫ് തുടങ്ങും. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പ്രവേശിക്കുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് കയറുന്നതിടയ്ക്കുള്ള ഒരു ബ്രേക്കാണ് ഇപ്പോഴത്തെ ഈ സമയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാഫ് എങ്ങനെ കളിച്ചു എന്നുള്ളതൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട അവസരമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒന്ന് മുമ്പാകെ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, ഈ ഒന്നാം ഭാഗത്തിൽ ഞാൻ എങ്ങനെ കളിച്ചു, ഞാൻ എങ്ങനെ നിന്നെ ശുശ്രൂഷിച്ചു, എവിടെയൊക്കെ ഞാൻ തെറ്റുകൾ വരുത്തി, എവിടെയൊക്കെ എനിക്ക് വീഴ്ച സംഭവിച്ചു, എവിടെയൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് ഞാൻ ശരിക്കും എന്നെ തന്നെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഒത്തിരി വിജയങ്ങൾ ദൈവം തന്നു, അതിനോടൊപ്പം തന്നെ ഒത്തിരി പരാജയങ്ങളും തന്നു. പക്ഷെ ഒരു കാര്യം അറിയാം, നിത്യതയെ നോക്കിയാണല്ലോ നമ്മളൊക്കെ പോകുന്നത്. നിത്യത 25 വർഷം മുമ്പ് കണ്ടതിനെക്കാട്ടിലും വളരെ അടുത്തെത്തി എന്നുള്ളത് വലിയ സത്യമാണ്. എനിക്കിനി ഒറ്റ ഒരു ആഗ്രഹമുള്ള, ഐ റിയലി വാണ്ട് ടു ഫിനിഷ് വെൽ ആൻഡ് ലീവ് സംതിങ് ബിഹൈൻഡ് വിച്ച് വിൽ ബി മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് ഐ കുഡ് ഹാവ് അച്ചീവ്ഡ് ഇൻ ദ ഫസ്റ്റ് ഹാഫ്. ആദ്യ പകുതിയിൽ എന്ത് ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളതിനെക്കാട്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് സെക്കൻഡ് ഹാഫിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ട്, അല്ലേ? ഈ ഫസ്റ്റ് ഹാഫിൽ ഇറ്റ് വാസ് ഓൾ അബൌട്ട് സക്സസ്. എങ്ങനെയെങ്കിലും ഒരു ചർച്ച തുടങ്ങും. ഞാൻ ഇന്ന് എപ്പോഴും ഇരുന്ന് ഓർത്തു, ഈ സഭ 25 വർഷം തുടങ്ങിയപ്പോൾ എനിക്ക് 34 വയസ്സേ ഉള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ 34 വയസ്സുള്ള ഒരു പയ്യൻ, 30 വയസ്സുള്ള ഒരു ഭാര്യ. സത്യം പറഞ്ഞാൽ വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ദൈവം ഈ പറഞ്ഞ പോലെ ഞങ്ങളെ വിശ്വസിച്ച് ഒരു സഭയെ തുടങ്ങാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചു എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ ഒത്തിരി തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ എങ്ങനെയെങ്കിലും അന്നത്തെ കാലത്ത് അറിയാമല്ലോ, സഭ വളരണം, ഒരു നിറച്ച ആള് കിട്ടണം, ഇതൊക്കെയായിരുന്നു കാര്യം. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇറ്റ് വാസ് ഓൾ അബൌട്ട് സക്സസ്. ദ സെക്കൻഡ് ഹാഫ് ഈസ് എ ജേർണി ടു സിഗ്നിഫിക്കൻസ് എന്ന് ഞാൻ പറയും, അല്ലേ? യു ഓൾ അഡ്മിറ്റ് ദാറ്റ് ദ ഗെയിം ഈസ് വൺ ഓർ ലോസ്റ്റ് ഇൻ ദ സെക്കൻഡ് ഹാഫ്, നോട്ട് ഇൻ ദ ഫസ്റ്റ് ഹാഫ്. ആദ്യ പകുതിയിലല്ല കളി തോക്കുന്നത്. എങ്ങനെ കളിച്ചു എന്നുള്ളതനുസരിച്ച് ജയവും തോൽവിയും തീരുമാനിക്കുന്നത് രണ്ടാം പകുതിയിൽ. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷയുടെ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി ആദ്യം ചെയ്ത തെറ്റുകൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ആ തെറ്റുകളിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് ആ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്കറിയാം. അതിനുള്ള സമയമാണ് ദൈവം ഇപ്പൊ തരുന്നത്. അതുകൊണ്ട് ഈ രണ്ടാം പകുതിയിലേക്ക് വളരെ ശക്തമായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിന് മുഖത്തേക്ക് മാത്രം നോക്കി ദൈവത്തിന് വളരെ നന്ദി പറഞ്ഞുകൊണ്ട്, അതേസമയത്ത് ദൈവത്തിന്റെ കൃപ മാത്രം, ദൈവത്തിന്റെ ശക്തി മാത്രം, അല്ലാതെ എൻ്റെ ജ്ഞാനമോ അല്ലെങ്കിൽ മിടുക്കോ കഴിവോ ഇതുവരെ ഉണ്ടായ ഈ ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് സക്സസസോ ഒന്നുമല്ല, ദൈവകൃപയിൽ മാത്രം ശരണപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ കുടുംബമായി ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇനി ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് കോവിഡ് ചർച്ച എങ്ങനെയായിരിക്കും? ഞാൻ ഈ കോവിഡ് തുടങ്ങിയ ആദ്യ ആഴ്ച മുതൽ ഈ കോവിഡിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു പോസ്റ്റ് കോവിഡ് ചർച്ചിനെ പറ്റി ഞാൻ എപ്പോഴും പറയും. അപ്പം ഹൗ വുഡ് ഇറ്റ് ലുക്ക് ലൈക്ക് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ചില തോട്ട്സ് ഐ ഹാവ് ടു ഷെയർ. ഓക്കെ, ഫിസിക്കൽ ചർച്ച് അറ്റൻഡൻസ് നമുക്കറിയാം ഹാസ് ബീൻ ഇൻ ഡിക്ലൈൻ. നമുക്കറിയാം ഇപ്പം 40 പേരെ വെച്ചിപ്പം ചർച്ച് തുറക്കാം എന്ന് പറഞ്ഞാലും ചർച്ചിൽ എത്ര പേര് വരുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇറ്റ് ഈസ് ഈവൻ ടു ഡിക്ലൈൻ ഫർദർ. ഇനിയും കുറയത്തേ ഉള്ളൂ, ഈ ഫിസിക്കൽ ചർച്ച് അറ്റൻഡൻസ് ഇനിയും കുറഞ്ഞു വരത്തേ ഉള്ളൂ, അല്ലേ? അപ്പം ഈ കഴിഞ്ഞ മാസങ്ങളിൽ പല കാര്യങ്ങളും തിരിച്ച് വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ സോ മെനി തിങ്സ് ഹാവ് ഷിഫ്റ്റഡ് ഹോം, അല്ലെ? വീട്ടിലേക്ക് വന്നു. എന്തൊക്കെയാണ്? ജോലി, ഇപ്പൊ എല്ലാം വർക്ക് അറ്റ് ഹോം അല്ലേ. ഷോപ്പിംഗ്, എല്ലാം ഇപ്പൊ വീട്ടിൽ ഇരുന്നുകൊണ്ടല്ലേ ഷോപ്പ് ചെയ്യുന്നത്. ഫുഡ്, ഭക്ഷണമൊക്കെ വീട്ടിൽ വരികയല്ലേ. ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ആളായി? ഫിറ്റ്നസ്, ജിമ്മിൽ പോകണ്ട, വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പം ജിം. സ്കൂള്, എല്ലാവരും കുട്ടികൾ വരെ ഓൺലൈനിലല്ലേ. അങ്ങനെയാണെന്നെങ്കിൽ ഈവൻ ചർച്ചും ഇപ്പം വീട്ടിൽ വന്നില്ലേ. ഈ 1.5 കൊല്ലം കൊണ്ട് ചർച്ച് വീട്ടിൽ വന്നില്ലേ. ഇപ്പം മെനക്കെട്ട് രാവിലെ എഴുന്നേറ്റ് കൊടുത്ത് ഒരുങ്ങി ചർച്ചിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ചർച്ച് വീട്ടിൽ വന്നില്ലേ.
കട്ടിലേ കിടന്നുകൊണ്ട് അല്ലേ ഇപ്പം ചർച്ച അറ്റൻഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു. അപ്പം ഇതെല്ലാം വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. പീപ്പിൾ ഹാവ് റിയലൈസ്ഡ് വൺ തിങ്, ദാറ്റ് ദേ ഡോണ്ട് ഹാവ് ടു ഗോ ടു എ ചർച്ച് ബിൽഡിംഗ് ടു എൻഗേജ്. ഒരു രാവിലെ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രത്യേക സമയത്ത് പോകണമെന്നില്ല എന്ന ഒരു ഓരോ കാര്യങ്ങളായി. അപ്പം ഫിസിക്കൽ ചർച്ച് അറ്റൻഡൻസ് ഇനി പഴയ പോലെ വരത്തില്ല എന്നുള്ളൊരു സത്യം, അതത്ര നല്ലൊരു സത്യമല്ല. നമുക്ക് വിശ്വസിക്കാൻ തന്നെ ഇഷ്ടമില്ല, അത് പറയാൻ പോലും നമുക്ക് മനസ്സില്ല. പക്ഷെ ഞാൻ അങ്ങ് തുറന്നു പറയുക, ഇന്നത്തെ കാലത്ത് അങ്ങനെ ആയിരിക്കാം. അപ്പൊ ഞാൻ എന്താ ഈ പറഞ്ഞു വരുന്നത്, ഗ്രോയിങ് ചർച്ചസ് എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് പറ്റും. വളരുന്ന സഭകളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലെ സഭ ശരിക്കും ഒരു ഫോക്കസ് ഷിഫ്റ്റ് ആവശ്യമുണ്ട്. എന്തിൽ നിന്ന് എന്തിലേക്കെന്ന് ചോദിച്ചാൽ, ഇത്രയും നാള് ചർച്ചസ് എല്ലാം ഗ്യാതറിങ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതായിരുന്നു ആ ഒരു ഫോക്കസ്. പക്ഷെ ആ ഗ്യാതറിങ്ങിൽ നിന്ന് ഇനി അടുത്തത് കണക്റ്റിംഗ് എന്നുള്ളൊരു ഫോക്കസ് ഷിഫ്റ്റ് നമുക്ക് ആവശ്യമാണ്. ഇത്രയും നാൾ എല്ലാവരും നമ്മുടെ സഭയിൽ വരണം, എൻ്റെ സഭ വരണം, അവിടെ പോരുത്, ഇവിടെ വരണം, ഇതൊക്കെയായിരുന്നു എല്ലാ പാസ്റ്റർമാരുടെയും പ്രശ്നം. പക്ഷെ ഇനി ഗ്യാദർ ചെയ്തിട്ട് എവിടെ ഗ്യാദർ ചെയ്യാന്, ആര് വരാന് അല്ലേ? ഇനി ആൾക്കാർ ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തേ പറ്റും. നമ്മുടെ മെമ്പേഴ്സിനെ മാത്രം കണക്ട് ചെയ്താൽ പോരാ, ഒരു വലിയ ലോകം പുറത്തുണ്ട്. 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനം ഇനിയും യേശുവിന്റെ സ്നേഹം അറിയാനുണ്ട്. അവരിലേക്ക് നമുക്ക് കണക്ട് ചെയ്തേ പറ്റൂ. അത് കോവിഡ് ഓർ നോട്ട് കോവിഡ്, നമ്മളെ ഏൽപ്പിച്ച ആ ഗ്രേറ്റ് കമ്മീഷൻ അത് നമ്മൾ ചെയ്തേ പറ്റൂ അല്ലെ? കണക്ടിങ് പീപ്പിൾ ഹു ആർ എൻഗേജിങ് ഫ്രം ഹോം ബോത്ത് വിത്ത് ദ ചർച്ച് ആൻഡ് വിത്ത് വൺ അനദർ വിൽ ബിക്കം ദ എസെൻഷ്യൽ സ്കിൽ ഫോർ ചർച്ച് ലീഡേഴ്സ്. ഇനിയുള്ള സഭാ നേതൃത്വം, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായ ഒത്തിരി പാസ്റ്റേഴ്സിനെ അതിൽപ്പെടുന്ന എനിക്കറിയാം. നിങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, ഇനി നിങ്ങളുടെ സ്കിൽ 25 കൊല്ലം മുമ്പ് ഞങ്ങൾ തുടങ്ങിയ കാലം അല്ലെന്ന്. ഈ 25 കൊല്ലമായപ്പോഴത്തേക്ക് ഞാനായിട്ട് വലിയ വല്യപ്പനെ പോലെയായിരുന്നു വർത്താനം പറഞ്ഞു. ഞാനിരുന്നോട്ട് ചിന്തിക്കുകയായിരുന്നു, 1992 എൻ്റെ പിതാവിന്റെ ശുശ്രൂഷ ഗോൾഡൻ ജൂബിലി 50 വർഷം തിരുവനന്തപുരത്ത് ക്രൈസ്റ്റ് ചർച്ച് സെമിനറി ഹാളിൽ വെച്ച് അന്ന് വലിയൊരു സമ്മേളനമായിട്ട് നടത്തിയത്. പഴയ ആൾക്കാർ ഓർക്കുന്നുണ്ടായിരിക്കും, ഇതിനകത്തുള്ള ആരെങ്കിലും അന്ന് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ മേരി വർഗീസ് ആന്റിയെ കാണുന്നു, ബഹുമാനപ്പെട്ട കർത്താവിൽ പ്രസിദ്ധനായിരുന്ന ഹബൽ സാറിന്റെ ഭാര്യ മേരി ആന്റിയെ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് ടീച്ചറായിരുന്നു പാസ്റ്റർ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നിങ്ങളൊക്കെ അല്ല അന്നോട് ഉണ്ടായിരുന്നു അല്ലെ? 50 വർഷത്തെ ശുശ്രൂഷയ്ക്ക് പട്ടണത്തിലെ ദൈവസഭകളെല്ലാം ചേർന്ന് എൻ്റെ പിതാവിനെ ആദരിച്ചത് ഞാൻ ഓർക്കുന്നു. അന്നൊരു മംഗളപത്രമൊക്കെ ഡോക്ടർ കെ എം ജോർജ് വായിച്ച് സമർപ്പിച്ചതും ഒരു പണക്കിഴി കൊടുത്തതും ഒക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അപ്പൊ അത് 50 വർഷമായിരുന്നു, അതിന്റെ പാതിയായുള്ളൂ ഞാൻ അല്ലേ? അപ്പം ഇവിടെ ഇനിയുള്ള ശുശ്രൂഷകർ, പ്രത്യേകിച്ച് യുവ ശുശ്രൂഷകർ ഓർത്തോണം, നിങ്ങളുടെ സ്കിൽസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്ന് മാറ്റിയേ പറ്റൂ. കാര്യം ഇൻ ദ പാസ്റ്റ് ഇഫ് കമ്മിങ് ടു ക്രൈസ്റ്റ് മീൻസ് കമ്മിങ് ടു യുവർ ചർച്ച് ഇൻ എ സെറ്റ് ലൊക്കേഷൻ ആൻഡ് എ സെറ്റ് അവർ, യു നീഡ് എ ന്യൂ സ്ട്രാറ്റജി. പണ്ടൊരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ഞായറാഴ്ച നമ്മുടെ പള്ളിയിലേക്ക് കയറി വരണം, നമ്മുടെ പ്രത്യേകിച്ചുള്ള നമ്മുടെ സഭായോഗത്തിൽ വന്ന് വേണം അവർ രക്ഷിക്കപ്പെടാൻ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ ആ കൂട്ടത്തിൽ വരണം, ആ കൂട്ടായ്മയിൽ എത്തണം. ഇനിയിപ്പം അങ്ങനെ രക്ഷിക്കപ്പെട്ട ആരും നമ്മുടെ കൂട്ടായ്മയിൽ എത്തണമെന്നില്ല. അപ്പം അവരെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും പല പാസ്റ്റർമാരും വീണ്ടും നമ്മൾ സഭാ ഹാളുകൾ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളെ നിറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. വി ആർ ട്രൈങ് ടു fill our church halls while others focus on fulfilling the mission. അപ്പൊ എന്റെ ചോദ്യം, നമ്മളിനി നമ്മുടെ കെട്ടിടങ്ങളെ നിറയ്ക്കാനാണോ നോക്കേണ്ടത്, അതോ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാനാണോ നോക്കേണ്ടത്? ഇതെന്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യമാണ്. Are we going to fill our church halls or are we going to fulfill our mission? കർത്താവ് ഏൽപ്പിച്ചൊരു വലിയ ദൗത്യം ഉണ്ടല്ലോ. അത് നമ്മൾ പറയും, അയ്യോ വിശുദ്ധന്മാരുടെ കൂടിവരവുകളെ അല്ലെങ്കിൽ വിശുദ്ധ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്, നമുക്ക് കൂടി വന്നേ പറ്റൂ. ശരിയാണ്, കൂടി വന്നേ പറ്റൂ. പക്ഷേ അത് സത്യമാണ്. പക്ഷെ സത്യമല്ലാത്തൊരു കാര്യമുണ്ട്, ആ കൂടിവരവ് ഒരു ചർച്ച ഓൺ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം, നമുക്കൊക്കെ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉള്ളതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മുടെ ഒരു കെട്ടിടത്തിലേക്ക് തന്നെ എല്ലാവരും വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? 25 വർഷം ഒരു പാസ്റ്റർ ആയിരുന്ന അനുഭവം കൊണ്ട് ഞാൻ പറയുക, I too confess that I really liked a crowded church. ഒരു നിറഞ്ഞ് കവിയുന്ന ഒരു സഭയാണ് എനിക്കിഷ്ടം. എപ്പോഴും ഞായറാഴ്ച ഹാള് മൊത്തം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ സന്തോഷം. ഈ കോവിഡ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പിലത്തെ ആഴ്ച, ഓർമ്മ ശരിയാണ്, 2020 മാർച്ച് മാസം 15-ാം തീയതിയാണ് അവസാനമായിട്ട് ആരാധന ഫുൾ സ്വിങ്ങിൽ കൂടിയ എല്ലാ സർവീസസും ഫുള്ളായിരുന്നു, നിറഞ്ഞു കവിഞ്ഞ ഒരു ആരാധനയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായി, ലോക്ക്ഡൗൺ ആയി. ഇപ്പം നമുക്കറിയാം 40 പേര്, അത് തന്നെ തികച്ചും വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇതാണ് അവസ്ഥ. അപ്പം ഈ 25 വർഷത്തെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഒരു നിറഞ്ഞു കവിയുന്ന ഒരു സഭാ ഹാളൊക്കെ നമുക്ക് വലിയ സന്തോഷം തന്നെയാണ്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി എ ഫുൾഫിൽഡ് മിഷൻ. സഭയിൽ ഞായറാഴ്ച എല്ലാവരും കൂടി വന്ന്
തിക്കി തിരക്കി നിറഞ്ഞു കവിഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം if you are only focusing on filling your church hall, you will miss the biggest opportunity you have to fulfill your mission. If the size of your vision shrinks to the size of a room you can fill, നിങ്ങൾക്ക് നിറയ്ക്കാൻ കഴിയുന്ന ഒരു കെട്ടിടത്തിന്റെ വലിപ്പം അത്രേ ഉള്ളൂ നിങ്ങളുടെ ദർശനമെങ്കിൽ you have missed the church's mission. സഭയുടെ ദൗത്യം നിങ്ങൾ മിസ് ചെയ്തു. യേശുവിന്റെ സഭയുടെ ദൗത്യം നമ്മൾ മിസ് ചെയ്യുന്ന പ്രിയപ്പെട്ടെ. ഞാൻ 25 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്, അല്ലെ? നമ്മൾ ഞായറാഴ്ച എത്ര പേരെ കൂട്ടി കൊണ്ടുവന്ന് ആരാധിച്ചു എന്നുള്ളതിലല്ല, ഈ സുവിശേഷം എത്ര പേരിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുന്നു, അതിലൂടെ എത്ര പേര് കർത്താവിന്റെ ഭാഗത്ത് വരുന്നു, വന്നവരെ എങ്ങനെ ശിഷ്യരാക്കുന്നു, അവരെ നിത്യതയ്ക്കായി അവരെ എങ്ങനെ ഒരുക്കിയെടുക്കുന്നു, അതാണ് ഒരു സഭയുടെ ദൗത്യം. അപ്പം ഇതിന്റെ കൂടെ ഞാൻ ചേർത്ത് പറയാൻ പോകുന്നൊരു കാര്യം, വളരുന്ന സഭകളൊക്കെ ഇനി will see the digital world or the internet and the buildings differently. ഇനി നമ്മൾ ഈ ഇന്റർനെറ്റിനെയും കെട്ടിടങ്ങളെയും രണ്ടായിട്ടാണ് കാണാൻ പോകുന്നത് കാര്യം. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പൊ നമുക്കുള്ള കെട്ടിടവിനെ എന്ത് ചെയ്യും? നമുക്ക് പലർക്കും ദൈവം നല്ല മനോഹരമായ കെട്ടിടങ്ങൾ തന്നവർ ഇതിനകത്തുണ്ട്, അല്ലെ? തിരുവനന്തപുരത്തും ലൈഫ് ഫെലോഷിപ്പിന് മനോഹരമായ ഒരു കെട്ടിടം ദൈവം. അപ്പൊ ഈ കെട്ടിടം എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ, യൂസ് ഇറ്റ് ടു എക്വിപ്പ് പീപ്പിൾ. ജനങ്ങളെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടി. ലെറ്റ് us use our buildings to equip people, not just to gather them. ഇനി കൂട്ടി വരുത്തി ആരാധന കൂടാൻ വേണ്ടി മാത്രം കെട്ടിടങ്ങൾ ഉപയോഗിക്കേണ്ട. ഈ കെട്ടിടങ്ങളൊക്കെ ട്രെയിനിങ് സെന്റേഴ്സ് ആയിട്ട് മാറ്റുക. അത് ഞായറാഴ്ച മാത്രം യൂസ് ചെയ്യുന്ന ഒരു സെന്റർ അല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഈ ദൗത്യം നിർവഹണത്തിനായിട്ട് അനേകരെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ കെട്ടിടങ്ങൾ മാറട്ടെ. Over the years, the pastors have been focusing on getting the maximum number of people in the room at the same time. ഞായറാഴ്ച ഒരു പ്രത്യേക സമയത്ത് എത്രയും കൂടുതൽ പേരെ നമ്മൾ ഈ കെട്ടിടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിലായിരുന്നു നമ്മളെല്ലാം വളരെ ഈ പറഞ്ഞ പോലെ ആവേശത്തോടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സംടൈംസ് ദാറ്റ്സ് അബൌട്ട് മിനിസ്ട്രി, ബട്ട് ഇറ്റ്സ് അബൌട്ട് ഈഗോ ടു. അത് നമ്മളൊരു ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഞായറാഴ്ച രാവിലെ എല്ലാവരെയും കൂട്ടി വരുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പലപ്പോഴും അത് ശുശ്രൂഷയുടെ ഭാഗമാണ്, നമ്മുടെ ഒരു ഈഗോയും കൂടെ ആയിരുന്നു. കാരണം നമുക്കൊരിക്കലും ആള് കുറയരുത്, നമ്മുടെ അയൽവക്കത്തെ സഭയെക്കാട്ടിലും നമ്മുടെ സഭയിൽ ആള് കൂടുതൽ വരണം എന്നൊക്കെ ആയിരുന്നു എല്ലാവരും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ദൈവം തന്ന ചർച്ച് ഫെസിലിറ്റീസ് എല്ലാം തന്നെ, നമുക്ക് തന്ന കെട്ടിടങ്ങളും എല്ലാം തന്നെ ഇനി ഭാവിയിൽ ഇറ്റ് വിൽ ബി പ്ലേസസ് വേർ പീപ്പിൾ അസംബിൾ ടു ബി എക്വിപ്ഡ് ടു ഡു മിനിസ്ട്രി ഡ്യൂറിംഗ് ദ വീക്ക്, ഓർ മേ ബി കൺവേർട്ടഡ് ആസ് എ ഡിജിറ്റൽ സ്റ്റുഡിയോ, ഹു നോസ്. നമ്മുടെ കെട്ടിടങ്ങളൊക്കെ ഇനി ഞായറാഴ്ച എല്ലാവർക്കും കൂടി വന്ന് ആരാധിക്കുന്ന ആ ഒരു സഭായോഗത്തിന് ഉപയോഗിക്കുന്ന കെട്ടിടം മാത്രമല്ല, ആഴ്ച മുഴുവനും ശുശ്രൂഷകൾ പലയിടത്ത് പോയി ചെയ്യുവാനായി പരിശീലിപ്പിക്കപ്പെടുന്ന പരിശീലന കേന്ദ്രം, ചിലപ്പോഴെങ്കിലും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ അത് മാറേണ്ടി വരും. നമ്മൾ ഇതൊക്കെ തിയററ്റിക്കലി വി ബിലീവ് ഇറ്റ്, ബട്ട് നെവർ ബിഹേവ്ഡ് ദാറ്റ് വേ. ഇതൊക്കെ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇനി നിർത്തട്ടെ എൻ്റെ വാക്ക്. 5 fold ministers, എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ 5 തരം ശുശ്രൂഷകരെ ദൈവം ദാനമായി സഭയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ they are the ones who had to lead the church. Today the churches are filled with shepherds. എവിടെ തിരിഞ്ഞാലും പാസ്റ്റർമാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ, മുട്ടിയിട്ട് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും പാസ്റ്റർമാരാണ്, അല്ലെ? ആൻഡ് പെർഹാപ്സ് ദേ ഹാവ് ഓവർ റെപ്രസെന്റഡ് ഇൻ ചർച്ച് ലീഡർഷിപ്പ്. ഈ ചർച്ചിന്റെ ലീഡർഷിപ്പിനെ ഓവർ റെപ്രസെന്റ് ചെയ്തു പോയി പാസ്റ്റർമാരെന്ന് ഞാൻ പറയും. പക്ഷെ ഗിഫ്റ്റഡ് അപ്പോസ്റ്റൽസ് ആൻഡ് കട്ടിംഗ് എഡ്ജ് പ്രോഫറ്റ്സ് who experiment boldly, തന്റെ ഇടത്തോടെ ഇറങ്ങുന്നവർ, and dare greatly, can only find tomorrow's solutions when most pastors see only today's problems. പാസ്റ്റർമാരായ നമ്മൾ പലപ്പോഴും ഇന്നത്തെ പ്രശ്നങ്ങളെ കാണുന്നു. പക്ഷെ ഇന്നത്തെ പ്രശ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കരുത്, നാളത്തെ പരിഹാരങ്ങൾ കാണേണ്ടവര് ആണ് ശരിക്കും പറഞ്ഞ ദൈവദാസന്മാർ. അതിന് അഭിഷേകമുള്ളവർ എഴുന്നേക്കണം. അതിന് ദൈവം എന്താണ് സഭയോട് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒത്തിരി we hear a lot of sermons, but do we hear the word of God? ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. ഏലിയുടെ കണ്ണ് മങ്ങിയിരുന്ന ഒരു കാലമുണ്ട്, ദൈവശബ്ദം കേൾപ്പാനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു ഇസ്രായേലിൽ. അതുപോലെ തന്നെ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവസഭയുടെ നേതൃത്വം അവരുടെ കണ്ണ് മങ്ങിയിരിക്കുകയാണോ? ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, Lord open our eyes so that ഒരു ബെറ്റർ പെർസ്പെക്റ്റീവ് ഞങ്ങൾക്ക് തരണമേ കർത്താവേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പം ഈ ന്യൂ ഫോംസ് ഓഫ് ഗാദറിംഗ് പീപ്പിൾ ഇൻ ന്യൂ പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ ഈ നമ്മളിത് ഞായറാഴ്ച രാവിലെ ഒരു കെട്ടിടത്തിലേക്ക് ഒരു പ്രത്യേക സമയത്ത് കൊണ്ടുവരുന്നു, കൂട്ടിവരുത്തുന്നു എന്നുള്ളതിനെക്കാട്ടിലും പുതിയ ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോംസിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ സൂം മീറ്റിംഗ് എന്ന് പറയുന്നു,
ഓൺലൈൻ സർവീസ്, യൂട്യൂബ് എന്നൊക്കെ പറയുന്നല്ലോ. ഇതിനെയും ഒത്തിരി അഡ്വാൻസ് ചെയ്യും. അപ്പൊ എങ്ങനെയൊക്കെ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഭവന സഭകൾ, ക്ലസ്റ്റർ ചേർച്ചസ്, മൈക്രോ ചേർച്ചസ്, ഡിജിറ്റൽ ചേർച്ചസ് ആൻഡ് മെനി അതർ ന്യൂ ഫോംസ് ഓഫ് എക്സ്പ്രഷൻ വിത്ത് ഹൈബ്രിഡ് നേച്ചർ. ഞാനൊരു ആ വാക്കൊന്ന് സ്ട്രെസ് ചെയ്യാണ്. ഇന്നത്തെ കാലത്ത് പോസ്റ്റ് കോവിഡ് ചർച്ച് ഒരു ഹൈബ്രിഡ് ചർച്ച് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ചർച്ച് ഓൺലൈനും ആയിരിക്കും, ഓഫ്ലൈനും ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ കോവിഡ് എല്ലാം മാറി എല്ലാവരും തിരിച്ച് സഭയിലേക്ക് ഞായറാഴ്ച വന്നാലും ഓൺലൈൻ സർവീസസ് ഉണ്ടായിരിക്കും. പവർ വിഷൻ TV വീട്ടിലെ സഭായോഗം നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും ഒരു ഹൈബ്രിഡ് ചർച്ചാണ് ഇനിയത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് തീർച്ചയായിട്ടും ദൈവമക്കളായ നമ്മളെല്ലാവരും ഒരുങ്ങണം. കർത്താവിനെ സേവിക്കുന്ന എല്ലാവരും തന്നെ അതിലേക്ക് ഒരു ഫോക്കസ് ഷിഫ്റ്റ് നമ്മൾ ചെയ്തേ പറ്റൂ. ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ചെറിയൊരു ആരംഭത്തിൽ നിന്ന് ദൈവം എത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ എല്ലാ മഹത്വവും കർത്താവിന് മാത്രം കൊടുക്കുന്നു. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം കഴിഞ്ഞ വർഷവും അതിന് 10 വർഷവും എല്ലാം ഇതൊരു ആനിവേഴ്സറി സെലിബ്രേഷൻ ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. കഴിഞ്ഞ വർഷവും ഇത് ഓൺലൈനിൽ തന്നെയായിരുന്നു. ഇന്നേക്ക് 25 വർഷം മുമ്പ് ഒരു ഞായറാഴ്ച രാവിലെ ഒരു ചെറിയ കൂട്ടമായിട്ട് 23 പേരാണ് അത് ഞായറാഴ്ച കൂടിയത്. ടാഗോർ ഗാർഡൻസിലുള്ള ഞങ്ങളുടെ വാടക വീട്ടിൽ താഴെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അന്ന് രാവിലെ 8 മണിക്ക് പ്രാർത്ഥിച്ച് തുടങ്ങിയ ഒരു കൂട്ടായ്മ അത് ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. അന്നത്തെ സ്തോത്ര കാഴ്ച 185 രൂപയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് പോയിട്ടാണ് പിന്നെ ഞങ്ങൾ അരി മേടിച്ച് സത്യം പറഞ്ഞ ചോറ് വെച്ചത്. അതാണ് സത്യം. പക്ഷെ ഇന്ന് ആ അവസ്ഥയൊക്കെ ഒത്തിരി മാറി. ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. ഇന്ന് ഈ പട്ടണത്തിൽ തന്നെ ഏകദേശം 8 കൂട്ടായ്മകൾ ഈ കൂട്ടായ്മയിൽ നിന്ന് പോയി അവിടെയിടങ്ങളിലായിട്ട് അവര് വളർന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അത് തമിഴ് ചർച്ച് ആയാലും മറ്റേ ഭാഷയിലുള്ളതായാലും എല്ലാം ദൈവം ശക്തമായി ചെയ്യുന്ന അനേക ഔട്ട്റീച്ച് മിനിസ്ട്രീസ് ഈ ചർച്ചിൽ നിന്ന് പോയി പല ഭാഗങ്ങളിൽ തുടങ്ങി. 2 ആഴ്ച മുമ്പ് ആസാമിലെ ഹൊജായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊച്ചു കൂട്ടായ്മ. It was so interesting that our Hindi fellowship who meets in Zoom, they planted a church in Assam 3 weeks back, and there was no one to pastor that small group. Okay, and then they found a Baptist pastor, who had to take his bike and come and travel 1 hour to come to this place, and we had to send his petrol money from here. Praise the Lord for that. അപ്പൊ നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോഴും ഈ പറഞ്ഞ സൂമിൽ ഇരിക്കുമ്പോഴും ഒക്കെ ഫോണിൽ കൂടെ ഒക്കെ നമുക്ക് ഒത്തിരി വേല ചെയ്യാൻ പ്രിയപ്പെട്ടത്. ഇനി കോവിഡ് ഒക്കെ മാറിയിട്ട് വേണം എനിക്കൊന്ന് പള്ളിയിൽ പോകാനെന്ന് ആരും ചിന്തിച്ചിരിക്കേണ്ട. ഈ കോവിഡ് സമയത്തും നമ്മൾ വീടുകളിൽ ഇരിക്കുമ്പോഴും ഒക്കെ കർത്താവിന്റെ വേല നമുക്ക് പലതരത്തിൽ ചെയ്യാം. കാര്യം ഒരു വലിയ ലോകം പുറത്ത് കർത്താവിന്റെ സ്നേഹം അറിയാത്തവരായിട്ടുണ്ട്. ഈ സുവിശേഷം കേൾക്കാത്തവരായിട്ട് ഒത്തിരി പേരുണ്ട്. അയക്കാതെ എങ്ങനെ പോകും, പോകാതെ എങ്ങനെ ഒരു പറയും, കേൾക്കാതെ അവരെങ്ങനെ വിശ്വസിക്കും? അങ്ങനെയെങ്കിൽ അയക്കുന്ന സഭയായി, പോകുന്ന സഭയായി, സുവിശേഷം പറയുന്ന സഭയായി, വിശ്വസിക്കുന്നവരെ വചനപ്രകാരം മുന്നോട്ട് നടത്തി ശിഷ്യരാക്കി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന സഭയായിട്ട് നമുക്ക് മാറാം. ആ ഒരു ദർശനമാണ് ഈ 25-ാം വർഷത്തിലും കർത്താവ് ഞങ്ങൾക്ക് തരുന്നത്. അതെങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, അടുത്ത തലമുറ എഴുന്നേറ്റ് വരണം, അതിന് സംശയമൊന്നും വേണ്ട. ഈ ദിവസം ഞങ്ങൾ ഒത്തിരി സംസാരിക്കുന്ന ഒരു വിഷയമാണ് ലീഡർഷിപ്പ് ട്രാൻസിഷൻ. അതിനെപ്പറ്റി ഒത്തിരി ഈ പറഞ്ഞ പോലെ നല്ല അഭിപ്രായങ്ങളും വരുന്നുണ്ട്, കമന്റുകളും വരുന്നുണ്ട്. പക്ഷെ അതെന്ത് വന്നാലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയാണ്, അടുത്ത തലമുറ കർത്താവ് വിളിച്ചവർ, കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ളവർ എഴുന്നേക്കണം. ആ വിളിയുള്ളവരെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ പോരാ, അവർ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവരായിരിക്കണം, അവർ വിശ്വസ്ത പുരുഷന്മാരായിരിക്കണം, അവർ ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം, അവർ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള സഭകളിൽ എഴുന്നേറ്റ് അടുത്ത തലമുറയിലെ യോശുവമാരായിട്ട്, തിമോഥെയോസുമാരായിട്ട് എഴുന്നേറ്റ് ശക്തമായി ദൈവസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവരോടും ഒരു വാക്ക് ഞങ്ങൾ നന്ദി പറയണം. നന്ദി അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. From the bottom of our heart, we want to thank you for your love. Thank you for your prayers. Okay, thank you for your help and support. May the Lord abundantly bless you and reward you. That's all our prayer is. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന വേറെ ഒന്നുമില്ല. അതിനായിട്ട് നിങ്ങളെല്ലാം ദൈവം ഒരുക്കിയല്ലോ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ദൈവം തന്നല്ലോ, അതിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നേരത്തെ വന്ന് ആശംസകൾ പറഞ്ഞ എല്ലാ ദൈവദാസന്മാരോടും നന്ദി ദൈവമായിട്ട് പറയുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, നൗ ഇതിനകത്തിരിക്കുന്ന ബാക്കി ദൈവദാസന്മാർ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ക്യാമറയിലോട്ട് നോക്കിയിരുന്നതുകൊണ്ട് ഞാൻ ഈ സിസ്റ്റത്തിലോട്ട് നോക്കിയില്ല. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, I see a lot of faces. Okay, praise the Lord. Okay, thank you very much for joining Pastor Thomas P. Thomas. Okay, I want you to say a blessing prayer in the last, and Pastor T.J. Rajan പാസ്റ്ററിനെ കണ്ടത് വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഈ പട്ടണത്തിൽ ഞങ്ങൾ
വർഷങ്ങളായിട്ട് കാണുന്ന, ഞങ്ങൾ അറിയുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനാണല്ലോ. മറ്റ് പല ദൈവദാസന്മാരെയും ഞാൻ ഇതിനകത്ത് കാണുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, നമ്മൾ ഈ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഓപ്പൺ ഇൻവിറ്റേഷൻ തരികയാണ്. Is there anyone who want to just say a word? Okay, word, ഒരു ആശംസയായിട്ട് ഒരു വാക്ക് ആർക്കെങ്കിലും ദൈവനാമം മഹത്വത്തിനായിട്ട്, അല്ലാതെ പാസ്റ്റർ സാമിനെയും ജെസിയും പൊക്കി ആരും പറയല്ലേ, ദൈവനാമം മഹത്വത്തിനായിട്ട് ആർക്കെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് സേ ഇറ്റ് ഫോർ എ മിനിറ്റ്. ഒരു മിനിറ്റ് കൂടുതൽ എടുക്കരുത്. ഈ സമയത്ത് ഞങ്ങൾ സ്നേഹത്തോട് ഓർക്കുന്ന ഒരു പേരാണ്, പ്രത്യേകിച്ച് എൽസാം സാർ. എൽസാം സാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ ഇരുന്നേനെ, തീർച്ചയായിട്ടും. ഐ നോ ദാറ്റ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇല്ല. അമേരിക്കയിൽ നിന്ന് ജോർജ് റിയാനെങ്കിൽ ഇതിനകത്ത് പേർന്ന് കാണുന്ന വലിയ സന്തോഷം. കഴിഞ്ഞ ആഴ്ച അവർ യാത്ര ചെയ്ത് അങ്ങ് പോയി. അങ്ങളെ ഒരു വാക്ക് അങ്കിളിന് പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അവിടെ എല്ലാവരും ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വാക്ക്. ഇതൊരു ട്രസ്റ്റായിട്ട് ഫോം ചെയ്ത് ഇപ്പൊ 2000 എൻ്റെ കൂടെ ട്രസ്റ്റി ആയിട്ടിരുന്ന അങ്കിളാണ് ഈ ജോർജ് റിയാൻ അങ്കിൾ. അദ്ദേഹം മക്കളുടെ കൂടെ താൻ ഭാര്യ അമേരിക്കയിലോട്ട് കഴിഞ്ഞ ആഴ്ച പോയി. താങ്ക് യു സോ മച്ച് അങ്കിൾ ഫോർ ജോയിനിങ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നതാണ്. അതിൽ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു വാക്ക് ഞങ്ങൾക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്. പഴയ ആൾക്കാർ ഒത്തിരി പേര് ഞങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ. എനിക്ക് പറയാനുള്ളത്, ഹലോ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. എനിക്ക് പറയാനുള്ളത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് പറയാൻ സാമിന് സാധിക്കും. അതുകൊണ്ട് പാസ്റ്റർ സാം 2 വാക്ക് പറഞ്ഞാൽ മതി. താങ്ക് യു അങ്കിൾ, താങ്ക് യു. ഗോഡ് ബ്ലെസ്, ഗോഡ് ബ്ലെസ്, ഗോഡ് ബ്ലെസ്. Praise the Lord to all. May I speak, please, pastors? I am Devasis. Can you open your camera, brother? Yeah. മ്യൂട്ട് ചെയ്തിട്ട്. Are you speaking? Pastor, Pastor, thank God for all the blessings. This is a lighthouse the Lord has given us. Okay, that was Uncle John and Andy. Okay, but at Trivandrum ELSC പോയിട്ടുള്ളവർക്ക് എല്ലാം അറിയാം ജോൺ അങ്കിളിനെ. ഓക്കെ, ജോൺ അങ്കിളും ആന്റി ഇപ്പം അവർ റിട്ടയർ ചെയ്ത് വീട്ടില് ശ്രമിക്കുകയാണ്. അടുത്താണ് അവർ, നെയ്ബേഴ്സ് ആണ്. അതുകൊണ്ടാണ് അവർ നല്ല വാക്ക് പറഞ്ഞത്. ഓക്കെ ദേവാശിഷ്, യു ക്യാൻ ഗോ അഹെഡ്. Yeah, I am really excited to attend this meeting, especially on this beautiful occasion of 25th years of celebration of Life Fellowship Church. And I had not any idea regarding this church when I came to Trivandrum. And just let me give you my introduction. My name is Devasis. I am from North India. You have to be very short. Okay. Yeah, I am from North India. My name is Devasis, especially from Odisha, working in an organization here. And I came to know about this church by Pastor Sijo Samuel, who regularly attend this church. And I had a privilege to work with him. And we just did some of the work in Kalakutam area, along with our kind of excited brother who passed away last time. It is very sad to us. So I'm really excited by looking at the ministry and by the church activities that they do for the church. And as Pastor Sam, he introduced regarding the Assam Church, and I am regularly attending through the online worship service through our beloved auntie, Achala auntie, Amana auntie, Rosama auntie. They all conduct this Zoom, and we have a Hindi fellowship. So that only I could join over that. So I'm really excited and very glad to attend such a beautiful church who gives lots of spiritual nourishment for our spiritual development. I am really thankful for opening a door for me, God, that God has given in my life to attend this. I definitely will pray to extend the ministry of Pastor Sam and for this Life Fellowship Church. Thank you so much. Okay, thank you, Brother Devashish. Okay, thank you. Pastor Sam and Pastor Jesse, can you hear me? Yeah, we can hear you. So glad that 25 years have gone, and you have equipped so many people. It's my prayer that again you will continue to do this great work
among the youngsters, old people, and you are blessing and sending people. One thing I have seen in the church is that you bless and you send. There is nothing holding you. You kept on, teaching the people and sending them all over. And they have been doing the Lord's work. Nothing better than that. And may God bless you, take you through. Again, let there be another time of 25 years or more. May God bless you all. Thank you. Thank you, Brother Alex. Thank you. So nice of you. Okay. Pastor Sam Varghese and Jesse, we rejoice with you, and especially my son John C. and family, and Grace and her family joins with and giving thanks and to God for the great work that is going on through Life Fellowship. Our God is the same yesterday, today, and forever. May God continue to use you for His glory. All the blessings. Thank you. Thank you, Pastor Rajan. Okay, anyone else? Just 1 minute more. Okay. Dr. Idichariananan, are you there? If you are there, can you please unmute and talk? Well, I'm glad to be with you, praising God for your memories, some of which I share with you, from Tagore Gardens to wherever you met opposite to MG College, and to your facility that you have constructed in Trivandrum. And it has been a pleasure to be friends with Pastor Sam and Jesse, and so we rejoice. We rejoice because you have stood with us in our family's difficulties, and my wife's sisters have been very much part of your church. And I think you commended Susan and Manoj for ministry, as well as Sam Chan and Helnama. I think they were also very much associated with you. So it's such a joy to travel with you. Celebrating what God has placed in your hearts, may I give you one word. Your desires to bring the gospel of reconciliation through various means. Praise God. Ambassadors of Christ who appeal to people. But our appeal becomes credible only when we demonstrate the power of the gospel as a reconciled community. So if you would read sometime 2 Corinthians chapter 5 verses 14 following, and take your mandate from that to take the gospel to the world. And also read Ephesians 3, 1-13 and a little letter to Philemon, where a community and a family group are both encouraged to demonstrate or become the gospel of reconciliation. May your journey ahead be a celebration of that good news of reconciliation, which we proclaim and we also are enabled to demonstrate. The Lord grace you, protect you, flourish you. Amen. Thank you, Joseph. Thank you very much for coming and saying that. Praise the Lord. Wonderful words. Yeah. തിരുവനന്തപുരത്ത് നിന്ന് പാസ്റ്റർ ആന്റണി Praise the Lord. ഒപ്പം ഉണ്ടായിരുന്നു, ഞങ്ങളെ ഒപ്പം കൂട്ടി എല്ലാ വിധത്തിലും ഞങ്ങളെ കരുതിയ ലൈഫ് ഫെലോഷിപ്പിന്റെ, പ്രത്യേകിച്ച് പാസ്റ്റർ സാമിന്റെ സഹോദരി ജെസ്സിയുടെയൊക്കെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യ നാളുകളിൽ കണ്ട ആ സ്നേഹത്തിന് ഒട്ടും മങ്ങലേൽക്കാതെ ഇതുവരെ ദൈവം നടത്തി. അതിലുപരി ഞാൻ ഓർക്കുന്നത് ഇത്തിരി ഈ പെന്തക്കോസ്ത് ഗോളം എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രയോഗത്തിൽ, പെന്തക്കോസ്ത് ഗോളത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ലൈഫ് ഫെലോഷിപ്പിൽ നിന്നും എനിക്കും എൻ്റെ വേർഡ് മിനിസ്ട്രിക്കും കിട്ടിയിട്ടുള്ളത്. സുവിശേഷ നിർവചനങ്ങൾ മാത്രമല്ല, സുവിശേഷ ദൗത്യ നിർവഹണവും കൂടെ ഒപ്പം കൊണ്ടുപോകണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും അത് ഞങ്ങൾക്ക് മാതൃക കാട്ടിത്തരികയും ചെയ്ത പ്രിയ പാസ്റ്ററെയും കുടുംബത്തെയും കൂട്ടായ്മയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും ദൈവം തരുന്ന നാളുകൾ
ചെയ്തെടുത്തതിലും അധികം ചെയ്യുവാൻ ദൈവം കൃപ പകരട്ടെ എന്ന പ്രാർത്ഥനയോടെ സകല വിജയാശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു പാസ്റ്റർ ആന്റണി, താങ്ക് യു വെരി മച്ച്. ഓക്കെ, പറയാൻ എല്ലാ നല്ല വാക്കുകൾക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പേരൊന്ന് പറഞ്ഞിട്ട് പറയണേ ആരാണെന്ന്. എന്റെ പേര് ഔറാച്ചൻ എബ്രഹാം, ദോഹയിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ സാമിനെ ജെസ്സിയെ വർഷങ്ങൾക്ക് മുമ്പ് മിനിസ്ട്രി തുടങ്ങുന്നതിന് മുമ്പ് പരിചയമുള്ള ഒരാളാണ്. ഒരുപാട് സന്തോഷമുണ്ട് 25 വർഷമായി അറിഞ്ഞതില്. എല്ലാ ആശംസകളും നേരുന്നു. ദോഹയിൽ നിന്നും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഞങ്ങളെ ഓർക്കുന്നതിന് സന്തോഷം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വൈവാവിൽ വെച്ചുള്ള പരിചയമാണ്. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പഠിച്ചിരുന്നതാണ്. അപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഫാദർ ഉള്ള സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇപ്പോഴും ഞങ്ങൾ പിന്നെ വർത്തമാനം പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. വളരെ സന്തോഷം. എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുക. താങ്ക് യു രാജ, താങ്ക് യു. ഞങ്ങൾ 92 വൈവാമി, ഞാൻ ആ കൂടി ബൈബിളിൽ പഠിച്ച ഒരു ബൈബിൾ കോഴ്സ് പഠിച്ചത് വൈവാമിന്റെ 6 മാസത്തെ DTS ആണ്. അത് ഞാനും ഔറാജനും ഒന്നിച്ചാണ് ചെന്നൈ പഠിച്ചത്. ഔറാജൻ പിന്നെ ജോലിയായിട്ട് ദോഹയിൽ പോയി. ഓക്കെ, ഞാൻ പാസ്റ്ററുമായി. ദൈവത്തിന് സ്തോത്രം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനില്ല? നമ്മള് I'm Titus Verghese, brother from Mumbai, New Life Malayalam Church. Can you hear me, Pastor? Yeah. Okay. So, Pastor വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മലയാളം ചർച്ചിൽ വന്നിട്ടുണ്ട്. പാസ്റ്റർ മെസ്സേജസ് ഒക്കെ ഭയങ്കര അനുഗ്രഹമായിരുന്നു. 25ാം വർഷത്തെ ഈ സെലിബ്രേഷൻ ജോയിൻ ചെയ്യാൻ ദൈവം കൃപ നന്ദി പറയുന്നു ദൈവത്തിന്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പാസ്റ്ററിന്റെ മെസ്സേജ് യൂട്യൂബിൽ കേൾക്കാറുണ്ട്. അതുപോലെ ഈയിടെ ഞങ്ങളുടെ സൂം മീറ്റിംഗും പാസ്റ്റർ വന്ന് മെസ്സേജ് പറഞ്ഞു. നന്ദി പറയുന്നു. പുതിയ 25 വർഷം സെലിബ്രേഷൻ പങ്കെടുക്കാൻ സഹായിച്ചെന്ന് നന്ദി പറഞ്ഞു. കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, നിശ്ചയം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ. ചർച്ചിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറഞ്ഞോളുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആരെങ്കിലും നമുക്ക് സമയം ഏകദേശം പേര് പറഞ്ഞിട്ട് പറയണേ. സുനിൽ. ഓക്കെ, പറഞ്ഞാട്ടെ. ഏറ്റവും അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലൈഫ് ഫെലോഷിപ്പ് പ്രായോഗികമായി ചിന്തിക്കുന്ന സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ എന്നും പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന ലൈഫ് ഫെലോഷിപ്പിനെയും പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പാർഷ ദർശനം സുവിശേഷീകരണത്തിന്റെ ഒരു പ്രായോഗിക ദർശനം തന്നെയാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ ശ്രവ്യ ദൃശ്യ കലാമാധ്യമങ്ങളുടെ ദൈവരായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കും വലിയ താങ്ങും തണലുമായി നിൽക്കുന്നു. അതോടെ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃഷ്ണ ലൈഫിന്റെ നന്ദിയും നമസ്കാരവും സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും അനേകം സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് പുത്തൻ തുടക്കം കുറിക്കുവാൻ ലൈഫ് ഫെലോഷിപ്പിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു പ്രാർത്ഥനയാണ് വരുന്നത്. എന്നെ ഇത്രയും പൊക്കി പറയുന്ന അവരോട് നീ ക്ഷമിക്കണമേ. 2, അത് കേട്ട് വളരെ ആസ്വദിക്കുന്ന എന്നോട് നീ ക്ഷമിക്കണമേ. അല്ലാതെ വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ആട്ടെ, ജോണങ്ങളെ നേരത്തെ പറഞ്ഞ God bless you. 25 years. This. Thank you, uncle. Thank you, auntie. The Lord has blessed. Yeah. God bless you. Our prayer will be continued. May the Lord bless you richly. That's what our always when we pray. Yes. Every day we are remembering you. And God is. Okay. മോസസ് പാസ്റ്ററിനെ കണ്ടത് വലിയ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. Okay. Over to Pastor Thomas P. Thomas for the blessing prayer. Thank you, Pastor. Big congratulations. You already piled up with a lot of congratulations. I'm just adding to that. Silver Jubilee with a golden tinge to it. നിങ്ങളുടെ സിൽവർ ജൂബിലിയില് സ്വർണത്തിന്റെ ഒരു തിളക്കമുണ്ട്. ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. He's like a man which built an house and digged deep and laid the foundation on a rock. And when the flood arose, the stream beat vehemently upon that house and could not shake it, for it was founded upon a rock. ആഴത്തിൽ കുഴിച്ചു, പാറമേൽ അടിസ്ഥാനമിട്ടു, വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ.
വെള്ളപ്പൊക്കമുണ്ടായി, ഒഴുക്ക് വീടിനോടടിച്ചു. എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും സാക്ഷ്യം ഇങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ ഈ പ്രാർത്ഥന. വെള്ളപ്പൊക്കങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ. ഞാൻ ഒരു ചിന്ത ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കോൾ, കനൽക്കട്ട അല്ലെങ്കിൽ കത്തിക്കാനുള്ള കൽക്കരിയും ഡയമണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, രണ്ടും കാർബണാണ്, രണ്ടും തീക്കത്തിര പോയതാണ്. പക്ഷെ കൽക്കരി തീക്കത്തിര പോയി നോർമൽ പ്രഷറിൽ കൂടെ അത് കെട്ടുപോയി, അത് കൽക്കരിയായിട്ട് അവസാനിക്കും. എന്നാൽ ഡയമണ്ടായി തീർന്നത് ഈ കത്തിയ കൽക്കരി ഹൈ പ്രഷറിൽ കൂടെ പോയപ്പോൾ, അത് കാലം കഴിഞ്ഞു പോയപ്പോൾ it became diamond. The only essential difference between a piece of coal and a cut diamond is the pressure it tolerated. അതിനകത്ത് തന്നെ ആ സന്ദേശം വളരെ ക്ലിയറാണ്. സിൽവർ ജൂബിലി കഴിയുമ്പോൾ ഓരോ ദിവസവും ഒരു ഡയമണ്ട് പീസായിട്ട് കർത്താവിന് മുമ്പാകെ നിൽക്കുവാൻ നമുക്കെല്ലാം സാധിക്കണം. നിങ്ങളുടെ സഭയ്ക്ക് അത് സാധിക്കുന്നു, ഇനി മേലും സാധിക്കട്ടെ. ദൈവപുരുഷനും കൂട്ടുവേലക്കാരും ആത്മീയ സന്തതികളും സഹപ്രവർത്തകരും മിനിസ്ട്രി പാർട്ട്നേഴ്സും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്ന ഈ ദിവസം ഞങ്ങൾ പലരും നിങ്ങളെ ചിയർ ഓൺ, യു ആർ സ്റ്റിൽ ഇൻ ദ റേസ്. നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഓട്ടം തീർന്നിട്ടില്ല. നിങ്ങളുടെ ഓട്ടത്തിൽ ഇടയ്ക്ക് ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് എടുക്കുക. നിങ്ങളിപ്പോൾ ഡ്രിങ്ക്സ് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞ ഓട്ടത്തെ നിങ്ങൾ ആഘോഷിക്കുന്നു. ഞങ്ങൾ അവിടുന്ന് ചിയർ ഓൺ ചെയ്യുക. ഗോ ഓൺ, ഗോ ഓൺ, ദർ ഇസ് എറ്റ് ടു ഗോ, ദർ ഇസ് മോർ ടു ഗോ, ദർ ഇസ് മോർ ടു കം, ഗോ ഓൺ എന്ന് നിങ്ങളെ ചിയർ ഓൺ ചെയ്യുന്ന ഒരു സമയമാണ്. മോർ ദൻ കൺഗ്രാജുലേറ്റിംഗ് യു, cheering you on to the greater call of God in Christ Jesus for you. 25 വയസ്സെന്ന് പറയുന്നത് വിവാഹപ്രായമാണ് മാനുഷ്യമായി നോക്കിയാൽ. അതുവരെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് പോലെയല്ല, വിവാഹത്തിന് ശേഷം ഒരു ദമ്പതിയായി രണ്ടുപേരായി ചെയ്യുന്ന പോലെ, അതിന്റെ ഫ്രൂട്ട്ഫുൾനെസ്സും എഫക്ടിവിറ്റിയും വളരെ വർദ്ധിക്കുന്ന പോലെ ഹൗസ് ഓഫ് പ്രേയറിന്റെ അല്ലെങ്കിൽ ലൈഫ് ഫെലോഷിപ്പിന്റെ വിവാഹപ്രായം കാര്യമായ സാരവത്തായ കാര്യങ്ങൾ ഇനി മേലിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ അപ്പുറത്ത് ഈ കാലഘട്ടത്തിൽ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അതിന് പാത്രീഭൂതരായി തീരും. ആൻഡ് കർത്താവിന്റെ വചനം പറയുന്ന പോലെ യു വിൽ ഫിനിഷ് വെൽ. നിങ്ങൾ ഓട്ടം തികയ്ക്കാൻ കർത്താവ് സഹായിക്കും. വി ലവ് യു, വി ലവ് യുവർ ടെസ്റ്റിമണി, വി ലവ് ദ പേഴ്സണൽ ലൈഫ് ദാറ്റ് വി ഹാവ് നോൺ. ഞങ്ങൾ നിങ്ങളെ ദൂരത്തുനിന്ന് മാത്രമല്ല അറിയുന്നത്, ലൈഫ് ഫെലോഷിപ്പിലെ നേതൃത്വത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരെയും അതിലെ വിശ്വാസികളിൽ പ്രത്യേകിച്ച് ലോകമെമ്പാടും എവിടെ പോയാലും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പോയ പുത്രിപുത്രന്മാർ അവിടെ ജീവിതവും ശുശ്രൂഷയും ഒക്കെ ഞങ്ങൾ കാണുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം ഈ കേരള തലസ്ഥാനത്തെ നടുക്ക് അവിടുന്ന് പൊട്ടിപ്പുറപ്പെടാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ചർച്ചിന്റെ ഓപ്പൺനെസ് to the other ministries that are maybe quite different from you has been a great excitement and encouragement to us. നിങ്ങളുടെ ഓപ്പൺനെസ് ആൻഡ് ട്രാൻസ്പെറൻസി കർത്താവ് നിങ്ങളെ മേൽ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ നിങ്ങൾ എഗ്രി ചെയ്യുമല്ലോ. എൻ്റെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, എൻ്റെ കൂടെ ഞാൻ പ്രവചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ വായിലെ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളും 2-3 പേരെ വായിലെ സാക്ഷി തലിയത് കാര്യം സ്ഥിരമാകുന്നതാണ്. എഗ്രി വിത്ത് മീ ഇൻ പ്രേയർ ആൻഡ് we will accomplish much. Hallelujah. Thank you, Lord. Heavenly Father, what a wonder it is to be called your family. അങ്ങയുടെ മേശയ്ക്ക് ചുറ്റും ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുവാൻ അവിടുത്തെ പുത്രൻ പ്രിയപുത്രനായി വെളിപ്പെടുത്തിയ ക്രിസ്തുവിന്റെ കൂടെ ഞങ്ങളെയും കൂടെ അങ്ങയുടെ മേശയ്ക്ക് ചുറ്റും അവിടുന്ന് വിളിച്ചടുപ്പിച്ച് പല സ്ഥലങ്ങളിൽ, പല പട്ടണങ്ങളിൽ, പല ദേശങ്ങളിൽ ഞങ്ങൾ വിശ്വസ്ത തെളിയിക്കുന്നതിന് മുമ്പേ ഞങ്ങളെ വിശ്വസ്തരെ നെണ്ണി ശുശ്രൂഷ ഭാരമേൽപ്പിച്ച ആ റിസ്ക് എടുത്തതിനായി നന്ദി കർത്താവേ. ഞങ്ങൾ എന്തെങ്കിലും തെളിയിക്കുന്നതിന് മുമ്പേ അവിടെ ഞങ്ങളെ വിശ്വസിച്ചു. ഞങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനെ അവിടുന്ന് കണ്ടു. ഈ ദൈവസഭയെയും അതിലെ നായകനെയും നേതൃത്വ സംഘത്തെയും അതിൽ ഓരോ വിശ്വാസിയും അവിടുന്ന് അങ്ങനെ കണ്ട് ഒരുമിച്ച് അങ്ങയുടെ മേശയിൽ
ഒരു ദർശനത്തിന് ചുറ്റും കൂട്ടി വിളിച്ച് ഓർത്തന്നെ 25 വർഷം അവർ പിന്നിട്ടപ്പോൾ കർത്താവേ, ലോകവ്യാപകമായ പല ദേശങ്ങളിലും അവരുടെ സന്തതികളും സന്താനങ്ങളും കുട്ടികൾക്കാരും പോയി അവിടെ അങ്ങയുടെ വെളിച്ചം പ്രകടമാക്കുമ്പോൾ അങ്ങ് മഹത്വം എടുക്കാട്ടെ. അവിടുത്തെ സഭയെ അവിടുന്ന് പണിതുകൊണ്ടിരിക്കുന്നു. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് കോൺട്രിബ്യൂഷൻ, അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കുന്ന ഏത് സന്ധ്യാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി കർത്താവെ, നിങ്ങൾ നിന്നുള്ളൊരു വളർച്ച അവര് ശക്തീകരണം അകത്ത് പ്രാപിച്ച്, അതേ കർത്താവെ, പുറത്തുള്ള ആൾബലം മാത്രമല്ല അകത്തുള്ള ആന്തരിക ബലം ഓരോരുത്തരും പ്രാപിച്ച് ഇനിയും മേൽക്കുമേൽ തഴച്ചു വളരുന്ന ഒരു വടവൃക്ഷമായി പന്തലിച്ച് ശാഖകൾ നീട്ടി മുന്നോട്ട് പോകുവാൻ കർത്താവ് അവരെ കൈപിടിച്ച് വഴി നടത്തണമേ. Life Fellowship and House of Prayer in Trivandrum and all over the world, let them expand. Let their roots be established and draw from you the revelation of the heart of the Father, the revelation of the light of the Lord Jesus Christ. Father God, we manifest and display to the world through their life and words and ministries, Father God. Thank you for the man of God, for the apostle and his wife and his fellow workers and all the fivefolders in the group and all the exhorters, all the encouragers, all the supporters, all the prayer warriors. പ്രത്യേകിച്ച് പിതാവേ, ഈ ഭവനത്തിൽ ഉള്ള എല്ലാ ബാലന്മാർക്കായും ഞങ്ങൾ ആദ്യമേ പ്രാർത്ഥിക്കും. ഒരു ദൈവിക സന്തതി അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതിനായി എല്ലാ ശൈശവ ബാലികന്മാരെയും, എല്ലാ യുവാക്കന്മാരെയും, യുവതികളെയും, എല്ലാ കൗമാരക്കാരെയും ആദ്യമേ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ മാതാപിതാക്കളും എൽഡേഴ്സുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. I pray, Father God, they would take a vision from the heart of this ministry and they will walk and push forward passionately in integrity of heart, not turn to the left or right, but walk in righteousness and holiness before God, their Father, and be a testimony to the nation. Let these young people from this house of God go forth and influence the nation, Father God. And I also pray especially, Father God, the women of this church. ഈ ഭവനത്തിലെ കർത്താവ് സ്ത്രീകൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർ ശക്തീകരിക്കപ്പെട്ടെ. ജസ്റ്റി സഹോദരിക്കും അവളുടെ കൂടെയുള്ള എല്ലാ സഹോദരിമാർക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തങ്ങളുടെ പുരുഷന്മാരുടെ വലം കൈയാ നിന്ന് ശുശ്രൂഷയിൽ കർത്താവെ അവരെ ബലപ്പെടുത്തി അവരുടെ കൂടെ തോളോട് തോൾ ചേർന്ന് കർത്താവിന്റെ വയലിൽ വേല ചെയ്യുന്ന ഈ സഹോദരിമാരും പ്രാർത്ഥിക്കുന്നവരും വില കൊടുക്കുന്നവരും കഷ്ടം സഹിക്കുന്നവരുമായ ആരും മുൻനിരയിൽ വരാത്ത അനവധി സഹോദരിമാരെ ഓർത്ത് പ്രത്യേകം നന്ദി പറഞ്ഞ് അവരെ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യേകമായി ആശീർവദിക്കുന്നു. അവർ സന്തോഷം, സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുകയും നല്ല ഫലം കണ്ട് അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലെ എല്ലാ പുരുഷന്മാർക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഭവനത്തിന്റെ നാഥന്മാരായി നായകന്മാരെ അവിടെ നിർത്തിയിരിക്കെ അങ്ങയുടെ വലതുകരം പിടിച്ചുകൊണ്ട് തങ്ങളുടെ ഭവനത്തെ, ഓരോ ഭവനത്തെയും ശക്തിയോടെ നയിക്കുവാൻ വില കൊടുത്ത് ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ, ചങ്കുരത്തോടെ എഴുന്നേറ്റ് ഈ തലമുറയിൽ കർത്താവെ വ്യത്യസ്തങ്ങളായി തെളിയുന്ന വിളക്കുകളായി വർദ്ധിച്ചുവരാൻ ഈ പുരുഷന്മാരെ സഹായിക്കണം. ക്രിസ്തുവിനെ തികഞ്ഞ പുരുഷത്വം വെളിപ്പെടുത്തുന്ന ഒരു പുരുഷ സംഘത്തെ നയിക്കുവാൻ പാസ്റ്റർ സാബിനെ ശക്തീകരിച്ച് ബലപ്പെടുത്തി മേലിലും അത് വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിലുള്ള വെറ്ററൻസിനായി സ്തോത്രം. കർത്താവെ, വൃദ്ധന്മാരും വൃദ്ധകളും എന്ന് അവരുടെ ശരീരം കൊണ്ട് തോന്നുന്നെങ്കിലും അവരുടെ യൗവനം കഴുകിനെ പോലെ പുതിയ വരുത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് അവരുടെ ദൈവമായിരിക്കുക. പിതാവെ, അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കേണ്ടതിന് മേലിലും അവരുടെ ശക്തിയോടെ ബലപ്പെടുത്തണമേ, ശക്തിയോടെ നിലനിർത്തണമേ. ആയുസ് മുഴുവൻ അവർക്ക് ഫലം കായ്ച്ചുകൊണ്ടിരിക്കണമേ. കർത്താവെ, എല്ലാ യുവ ദമ്പതികൾക്കായി പ്രത്യേകിച്ച് കർത്താവെ, മധ്യ പ്രായമുള്ള എല്ലാ കുടുംബങ്ങൾക്കായും അവരനുഭവിക്കുന്ന കൗമാരക്കാരുടെ കുടുംബങ്ങൾക്കായി പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൗമാരക്കാരെയും മാതാപിതാക്കളെ പ്രത്യേകം ഒന്ന് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഈ സഭ ഒരു മാതൃക, ഒരു മോഡൽ കുടുംബം, ഒരു മോഡൽ സഭ എന്ന് പറയുമ്പോൾ സഭയുടെ പ്രവർത്തന രീതിയേക്കാൾ ഉപരി കർത്താവെ, സഭയ്ക്കകത്തെ കുടുംബങ്ങളുടെ ജീവിത രീതിയാൽ ഒരു മാതൃകാ സഭയായി ദേശമെല്ലാം കാണുവാൻ ഇടവരട്ടെ. അങ്ങനെ ഈ സഭ മേൽക്കുമേൽ തഴച്ചു വളരട്ടെ. അകത്ത് കാതലുള്ള, കാമ്പുള്ള, ശക്തിയുള്ള കുടുംബങ്ങൾ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഈ സഭ കാറ്റടിച്ചാൽ വീഴാത്ത, കർത്താവ് പ്രതികൂലത്തിൽ തളരാത്ത, വളരാൻ മാത്രം ശ്രദ്ധിക്കുന്നവരല്ല, തളരാതിരിക്കാനും ശ്രദ്ധിക്കുന്ന ഒരു സഭയായി മേൽക്കുമേൽ വർദ്ധിക്കട്ടെ. അവരുടെ ദൈവപുരുഷൻ പറഞ്ഞതുപോലെ എങ്ങനെ തുടങ്ങി, എങ്ങനെ ഓടി എന്നതിനേക്കാൾ എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളത്
അവർ ശ്രദ്ധയോടെ വീക്ഷിക്കട്ടെ. Help them arrive well. Help them arrive in glory. Help them bring pleasure to your heart, O Heavenly Father. We call the house of God blessed. We call the house of prayer, the Life Fellowship, blessed, multiplied, expanded, for all the fullness of a vision to be manifest, and the destiny and calling of the house be fulfilled in their lifetime, Father God. നീ വരുമ്പോൾ ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവെ അങ്ങേക്ക് വേണ്ടി ഒരുക്കിയ സഭയെന്ന് well done sons, well done faithful servants എന്ന് പറഞ്ഞ് കേൾക്കുവാൻ അവർക്ക് ഇടവരട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി തീരണം, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണം. ആ പട്ടണത്തിൽ മാത്രമല്ല, ദേശമെല്ലാം അവരാൽ സ്വാധീനിക്കപ്പെടണം. ഈ ദൈവപുരുഷനും കുടുംബവും എല്ലാ കുടുംബങ്ങളും ആയുസ്സും ആരോഗ്യത്തോടെ ഇരുന്ന് വലിയ സന്തോഷ സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഭവിച്ച് ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കട്ടെ. മേൽക്ക് മേൽ അങ്ങയുടെ സുരക്ഷിത വലയങ്ങളിൽ സൂക്ഷിക്കണമേ. ദൈവദൂതന്മാരാൽ കാവലേൽപ്പിക്കണമേ. ഇന്ന് നടന്നതിൽ എല്ലാ മഹത്വം അങ്ങെടുക്കണം. നാളെ മുതൽ ഒരു പുതിയ ഒരു യുഗം ആരംഭിക്കുന്നതിന്റെ അടയാളമായി ഈ 25-ാം വർഷം ആഘോഷം നാളത്തെ ഒരു പുതിയ യാത്രയുടെ, ഒരു പുതിയ എരിവിന്റെ, ഒരു പുതിയ സമർപ്പണത്തിന്റെ, ഒരു പുതിയ സാക്രിഫൈസിന്റെ, വില കൊടുക്കാനുള്ള ഒരുക്കത്തിന്റെ ഒരു തുടക്കമായി ഈ ആഘോഷം അവരുടെ ഹൃദയത്തിൽ എന്നും ഒരു മെമ്മോറിയലായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ഫാദർ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക, നൂറുമേനി തന്നിരിക്കുക. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട് പുഷ്ടിപ്പെടുക, മറ്റു സഭകൾക്ക് ഒരു വെളിച്ചമായി ആ പട്ടണത്തിൽ നിൽക്കുക, മേലിലും വർദ്ധിപ്പിക്കുക. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. God bless you. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ലൈഫ് ഫെലോഷിപ്പിന്റെ പ്രസന്റ് ലീഡർഷിപ്പ് ടീം, ട്രസ്റ്റീസ്, എൽഡേഴ്സ് എല്ലാവർക്കുമായിട്ടും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, കടന്നു വന്ന എല്ലാ പാസ്റ്റേഴ്സ്, ലീഡേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹത്തിന്റെ നാളുകളായിട്ട് മുന്നുള്ള നാളുകൾ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങുന്നതിനോടൊപ്പം അനേകരെ കർത്താവിന് വേണ്ടി ഒരുക്കുന്ന നാളുകളും കൂടെ ആട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. തോമസ് എബ്രഹാം സാബു ഉണ്ട് അതിനകത്ത്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറഞ്ഞു പിരിയാം. നമുക്ക് തോമസ് എബ്രഹാം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ 25 വർഷക്കാലം നീ ഹല്ലേലൂയ ഈ ലൈഫ് ഫെലോഷിപ്പിനെ ഹല്ലേലൂയ എടുത്ത് ഹല്ലേലൂയ ഓരോ വ്യക്തികളെയും കർത്താവേ സ്തോത്രം എടുത്തുപയോഗിച്ചതിനായി സ്തോത്രം. ഇതിനെ ഹല്ലേലൂയ നട്ടവൻ നീ ഹല്ലേലൂയ നട്ടവനല്ല, നനച്ചവനല്ല, വളരുമാറാക്കിയ സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതി പറയുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അനേകരെ കർത്താവെ, അനേകത്തെ പല പ്രദേശങ്ങളിലേക്ക് കർത്താവെ ഹല്ലേലൂയ പോയി എൻ്റെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ജോലിയിലായിരിക്കുമ്പോഴും സുവിശേഷ വേലയിലായിരിക്കാൻ തക്കവണ്ണം അനേകരെ നീ മോൾഡ് ചെയ്തതിനായി സ്തോത്രം. ഇതിനു വേണ്ടി ചുമൽ കൊടുത്ത നിന്റെ ഭക്തനെയും എല്ലാ നിന്റെ ദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ലൈഫ് ഫെലോഷിപ്പ് വളരെ ഈ പട്ടണത്തിൽ വളരെ അനുഗ്രഹത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ എല്ലാ ഹല്ലേലൂയ ഭാരവാഹികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഈ കരുതിയ വിധങ്ങൾക്കായി സ്തോത്രം കർത്താവേ. നിന്റെ നടത്തിപ്പിനായി സ്തോത്രം കർത്താവേ. നന്ദി നന്ദി കർത്താവേ. 1000 സ്തോത്രം, 10,000 സ്തോത്രം ചെയ്യുന്നു. ഇനിയും ഭയപ്പെടുത്തുവാൻ കൃപ തരണം. കർത്താവിന്റെ കൃപയിൽ പൊതുവാത്തോണം. വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും തികഞ്ഞ് ഒരു ജീവിതം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ നാമം മഹത്വമെടുക്കണം. ഇവിടെ കടന്നു വന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായും സ്തോത്രം. മാനവും മഹത്വവും തിരുനാമത്തിൽ നിന്നും എല്ലാ ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിന്റെ തിരുനാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയടന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസം അവരോടും കർത്താവിന്റെ വേല, കർത്താവിന്റെ വരവുവരെയും വിശ്വസയോടെ ചെയ്യുവാൻ എല്ലാവരോടൊപ്പം ഭൂലോകമുള്ള സകല ദൈവമക്കളോടൊപ്പം ദൈവദാസന്മാരോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇനിയുള്ള മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം.